ഇൻ്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റൻറ്റ് ജോലി ഒഴിവ് 44,900 രൂപ മുതൽ ശമ്പളം. പ്ലീസ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ തസ്തികയിലാണ് നിയമനം. കേന്ദ്ര സർവീസിലെ ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് തസ്തികയാണിത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ആകെയുള്ള 3,717 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അവസാന തീയതി August 10. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഒഴിവ് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് റിക്രൂട്ട്മെൻറ്റ്. ആകെ ഒഴിവുകൾ 3,717. ഒഴിവുകളുടെ എണ്ണത്തിൽ പിന്നീട് മാറ്റം വന്നേക്കാം. ജനറൽ 1,537 ഒഴിവ്, EWS 442 ഒഴിവ്, OBC 946 ഒഴിവ്, SC 566 ഒഴിവ്, ST 226 ഒഴിവ്. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലെവൽ 7 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെ ശമ്പളം. ഇതിനു പുറമെ കേന്ദ്ര സർവീസിൽ അനുവദിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. പ്രായം 18 to 27. SC/ST വിഭാഗക്കാർക്ക് 5, OBC വിഭാഗക്കാർക്ക് 3 വർഷം ഉയർന്ന പ്രായത്തിൽ ഇളവ് ലഭിക്കും. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം. ഓപ്പറേഷണൽ തസ്തികയായതിനാൽ ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാനാകില്ല. അഖിലേന്ത്യാ സർവീസ് ആയതിനാൽ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അപേക്ഷകർ 2 ഘട്ടമായുള്ള എഴുത്ത് പരീക്ഷയ്ക്ക് ഹാജരാകണം. തുടർന്ന് അഭിമുഖം നടക്കും. ആദ്യഘട്ടത്തിൽ 100 മാർക്കിനുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റും 2ാം ഘട്ടത്തിൽ 50 മാർക്കിനുള്ള ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുമായിരിക്കും. ആനുകാലികം, പൊതുവിജ്ഞാനം, ഗണിതം, മാനസികശേഷി, ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം എന്നിവ ഉൾപ്പെടുന്ന സിലബസാണ് ആദ്യഘട്ട പരീക്ഷയ്ക്കുള്ളത്. അഭിമുഖത്തിന് 100 മാർക്ക് അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 35 മാർക്കോ കൂടുതലോ ലഭിക്കുന്നവരെ 2ാം ഘട്ട പരീക്ഷയ്ക്ക് പരിഗണിക്കും. 2ാം ഘട്ടത്തിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ 5 ഇരട്ടി പേരെ അഭിമുഖത്തിന് ക്ഷണിക്കും. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അപേക്ഷാ ഫീസ് വനിതകൾ, SC/ST വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 550 രൂപ, മറ്റുള്ളവർക്ക് 650 രൂപ. ഓൺലൈനായിട്ടോ SBI ചലാൻ വഴിയോ ഫീസ് അടയ്ക്കാവുന്നതാണ്. അപേക്ഷ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ വെബ്സൈറ്റ് വഴി അയക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് August 10, 2025.